ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിരുന്നില്ലേ? എന്നിട്ട് എവിടെ? നിന്റെ പേരെന്താ പെണ്ണേ? പവിഴൻ. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. മുറ്റ പഠിക്കുന്നതിൽ തമിഴ് സ്റ്റൈലുണ്ട്. അതാ ശരിയായ നാട്. മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കാറില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കണം വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ. നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരാ. ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങനെ ഞാൻ പറയാം. പവിഴം, ആണയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണിട്ടാ നീ പോടാ. കുട്ടിക്ക് ഇപ്പൊ എന്താ ഇവിടെ തുടങ്ങിയത്? പിന്നെ ഞാനൊരു പടത്തരാ. ഇതാരാ മുത്തച്ഛന? ഈ കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉണ്ണை விட மாட்டேன், நீ என் புன்னகை மன்னன், വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓണാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടേ. നീ കഥ കുറച്ച് തൂങ്ങ. ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്. പേര് ഉണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി. നാളെ പോരൊട്ടാകും. ആ, ഒന്ന് വിട്ടുപോയി. ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമല്ല. വഴിമാറാ. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്താ? ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? വഴിപാട് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ശരിക്കും ഇഷ്ടം എന്ന് പോലെ തുടങ്ങി. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാണ്? ഊളപ്പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? അട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടോണ്ട് എന്നെ വിളിച്ച് ചോറില്ല. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട് വിടില്ല ഞാൻ. എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? ഒന്നുമില്ല. ഞാൻ കുട്ടിയുടെ സമയം ചോദിക്കാം. പറഞ്ഞത് എന്തിനു വാച്ചിട്ടല്ല. അല്ല, എന്റെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കരുത്. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കുന്നു വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല. ഞാൻ തേങ്ങ ഉടക്കി ഒന്ന് പോടൂ.
നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞാ കൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കുക. എടാ ശാന്തി, അതെ മുത്തശ്ശ. എന്റെ തല പൊട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാം അവൾക്കറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ച് ഞാൻ കണ്ടു. അവൾ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്? ഒരു സുന്ദരി. മുത്തശ്ശ, അതാ വരുന്ന കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നാ അറിയില്ല? ഇല്ല. ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായ നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കും. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും.